നമസ്കാരം. മന്ത്രി സജി ചെറിയാൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അതായത് അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഇന്നോവ ക്രിസ്റ്റ കാറിൻ്റെ ടയർ ഊരിത്തെറിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ വലിയൊരു അപകടത്തിൽ നിന്നാണ് മന്ത്രി ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. വളരെ വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ് എങ്കിൽ അതിൻ്റെ ടയറുകൾ ഊരി മാറിയാൽ തീർച്ചയായും ആ അപകടം വളരെ വലുതായിരിക്കും. ആ അപകടത്തിൽ അല്ലെങ്കിൽ ആ വാഹനത്തിനുള്ളിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ ഭയാനകമായ അപകടത്തിലേക്ക് അത് നയിച്ചു എന്ന് വരും. പക്ഷേ എന്തുകൊണ്ടോ ഈ വാഹനത്തിൻ്റെ വേഗത കുറവായതുകൊണ്ടായിരിക്കണം ഈ സമയത്ത് വലിയ അപകടം ഉണ്ടായില്ല. മന്ത്രി സജി ചെറിയാന് വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. അദ്ദേഹം സുരക്ഷിതനാണ്. പക്ഷേ ഈ കാറിൻ്റെ ടയർ എങ്ങനെയാണ് ഇളകിത്തെറിച്ചത് എന്ന ചോദ്യം അത് തീർച്ചയായും വലിയൊരു ചോദ്യം തന്നെയാണ്. ഇതിൽ അട്ടിമറി സംശയിക്കണമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അട്ടിമറി സംശയം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടതും ആവശ്യമാണ്. മന്ത്രിമാരെല്ലാം ഉപയോഗിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ അത്ര പഴക്കം ചെന്ന വാഹനങ്ങളൊന്നുമല്ല. പ്രത്യേകിച്ചും മന്ത്രി സജി ചെറിയാൻ്റെ വാഹനം പുത്തൻ വാഹനമാണ്. മാത്രമല്ല ഈ മന്ത്രിമാരുടെ വാഹനങ്ങളെല്ലാം കൃത്യമായ ഇടവേളകളിൽ സർവീസ് ചെയ്യുന്ന വാഹനങ്ങളാണ്. ഓരോ ദീർഘയാത്രയ്ക്ക് ശേഷം ഈ വാഹനങ്ങൾ അതാത് ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ തന്നെ, അതായത് കമ്പനികളുടെ സർവീസ് സെൻറ്ററിൽ തന്നെ ഇത് സർവീസ് ചെയ്യപ്പെടുന്നു. അതിനുവേണ്ടി സംസ്ഥാന സർക്കാരിലേക്ക് വലിയ രീതിയിൽ ബില്ലുകൾ വരുന്നുണ്ട്. അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ വലിയൊരു തുക ചിലവഴിക്കുന്നുമുണ്ട്. ഇങ്ങനെ മന്ത്രിമാരുടെ ഈ കാറുകളിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടം പതിയിരിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യം അതിന് ഇപ്പോഴും സാങ്കേതികമായി ഉത്തരം ആർക്കും നൽകാൻ കഴിയുന്നില്ല. കാരണം ഇത് ഒരു അട്ടിമറി സംശയിക്കാവുന്ന ഒരു ഘടകമാണ്. പുത്തൻ കാറാണ്, ടയോട്ട ഇന്നോവ കാറാണ്. ആ ഇന്നോവ കാറിൻ്റെ ടയറുകൾ ഇങ്ങനെ 500 കിലോമീറ്ററിനുള്ളിൽ, അതായത് ഈ വാഹനത്തിൻ്റെ സർവീസ് കഴിഞ്ഞ് 500 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് എങ്കിൽ 500 കിലോമീറ്ററിനുള്ളിൽ ഇതിൻ്റെ ടയർ ഊരിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും വിശ്വസനീയമായ കാര്യമല്ല. പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മന്ത്രിയുടെ ഈ വാഹനം മന്ത്രിയുടെ വീട്ടിലല്ല, മറിച്ച് ഗസ്റ്റ് ഹൗസിലാണ് പാർക്ക് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ അട്ടിമറി സംശയം ഇല്ലാതെയില്ല. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. മന്ത്രിമാരുടെ വാഹനങ്ങൾ തീർച്ചയായും അതീവ സുരക്ഷയുള്ള വാഹനങ്ങളാണ്, പുത്തൻ വാഹനങ്ങളാണ്. ഈ വാഹനങ്ങളെല്ലാം കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കപ്പെടുന്നുണ്ട്, സർവീസ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ വലിയൊരു തുക ചിലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും മന്ത്രി സജി ചെറിയാൻ്റെ വാഹനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുത്തൻ വാഹനമാണ്. അതിൻ്റെ സർവീസ് ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ. വെറും 500 കിലോമീറ്റർ മാത്രമേ സർവീസ് കഴിഞ്ഞ് ഓടിയിട്ടുമുള്ളൂ. ഈ സാഹചര്യത്തിൽ ഗസ്റ്റ് ഹൗസിൽ പാർക്ക് ചെയ്യുന്ന ഈ വാഹനത്തിന് എന്തു പറ്റി എന്ന് തീർച്ചയായും ബന്ധപ്പെട്ടവർ അന്വേഷിക്കേണ്ടതാണ്. പോലീസ് ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മന്ത്രി സുരക്ഷിതനാണ്, അദ്ദേഹത്തിന് വലിയ പരിക്കുകളൊന്നുമില്ല. പക്ഷേ വലിയൊരു അപകടമാണ് ഒഴിവായത് എന്ന് തന്നെ പറയേണ്ടി വരും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.